മലയാളം ബിഗ് ബോസ് സീസൺ 7ൻ്റെ ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞടിയാണ് നടക്കുന്നത്. ഇതുവരെ ആർക്കും ഫുഡ് കിട്ടിയിട്ടില്ല. ആ സമയത്ത് നൂറ വന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ പലതവണ പറഞ്ഞതാണ് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന്. പക്ഷേ അത് അനുമോൾ സമ്മതിച്ചില്ല. അപ്പോൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോൾ. ഞാൻ പറഞ്ഞതല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഷാനവാസ് അതിൽ കയറി ഇടപെടുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, മരുന്ന് സമയത്തിന് കഴിക്കാനുള്ളതാണ്, ഭക്ഷണം ഇതുവരെ കിട്ടിയിട്ടില്ല. മുമ്പത്തെ കിച്ചൺ ടീമാണെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കറക്റ്റ് സമയത്ത് തന്നതാണ്. നിങ്ങൾ ടേസ്റ്റായിട്ട് അനുമോൾ ടേസ്റ്റായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇത്രയും സമയം വൈകിപ്പിച്ചിട്ട് ഉണ്ടാക്കരുത്. ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് കിച്ചൺ ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ 6 പേർക്കും ഇതിൽ മുഴുവൻ പങ്കും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എല്ലാവരെയും പറയണ്ട, ഞാനാണ് ഈ കറി ഉണ്ടാക്കിയത്, ഞാൻ തന്നെ അതിൻ്റെ കുറ്റം വഹിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കിട്ടിയ അവസരം പാഴാക്കാതെ ആര്യൻ അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആര്യനോട് അനുമോൾ പറയുന്നുണ്ട്, നിനക്കിത് വോയിസ് ഇല്ല സംസാരിക്കാൻ, നീ എന്നോട് സംസാരിക്കേണ്ട, നീ പോടാന്ന് പറയുന്നുണ്ട്. അഭിനയം, ആറ്റിറ്റ്യൂഡ് ഇടുന്ന ഒരു അഭിനയം, അതെല്ലാം നിൻ്റെ സീരിയലിൽ മതി, ഇവിടെ കാണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. നീ മിണ്ടാണ്ടിരുന്നു, നിനക്ക് ഇത്ര നേരം വോയിസ് ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം നിനക്ക് നല്ല സംസാരിക്കാൻ എവിടെ നിന്നാണ്? രാവിലെ ഒന്നും ഇവൻ പറയുന്നൊന്നും ആരും കേട്ടില്ലല്ലോ, നിനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മെക്കിട്ട് കയറാൻ മാത്രമാണല്ലോ അറിയുള്ളൂ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. നിൻ്റെ അഭിനയം എന്താണെങ്കിലും നിർത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുമോൾ അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവുന്നുള്ളൂ, ഇനി വെന്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും എന്നെ കുറ്റം പറയരുതെന്ന്. അപ്പോഴേക്കും ബിന്നിയൊക്കെ കയറി സംസാരിക്കുന്നുണ്ട്. ബിന്നി പറയുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് വേവാതെ ഒന്നും ആർക്കും കഴിക്കാൻ കൊടുക്കല്ലേ, വെന്തിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അനുമോളെ കുറ്റം പറയാൻ കിട്ടിയ അവസരം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്.